കിച്ചുവിന് പറയാം. നല്ല സൂപ്പർ, ഒന്നും പറയില്ലേ. ഇന്നലെ കൊല്ലത്തെല്ലാം വന്നായിരുന്നോ? ആണോ? അറിയാൻ വയ്യ. വിളിക്കാറില്ല അങ്ങനെ ഇപ്പൊ. കിച്ചുവിനും അങ്ങനെ ഉദ്ഘാടനങ്ങളൊക്കെ ആയി. ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നത് രേണുവിനെയൊക്കെ തന്നെ വെല്ലുന്ന തരത്തിലോട്ടുള്ള ഒരു ഉദ്ഘാടകനായിട്ട് കിച്ചു മാറുമെന്നാണ് തോന്നുന്നത്. കിച്ചു ഇന്ന് ഉദ്ഘാടനത്തിന് വന്നപ്പോഴത്തേക്കും ഒരു ഓൺലൈൻ മീഡിയ ചോദിച്ച ഒരു ചോദ്യമാണ് കിച്ചുവിൻ്റെ അടുത്ത്. ആ ഒരു വീഡിയോ ഞാൻ കാണാനിടയായിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ഒരു അനാവശ്യ ചോദ്യമായിരുന്നു ചോദിച്ചതെന്ന് പറയുന്നത്. കാരണം സംഭവം എന്ന് പറയുന്നത് ഈ രേണു സുധിയെ കുറിച്ച്, അതായത് രേണുവിൻ്റെ സബ്സ്ക്രിപ്ഷൻ ലൈവ് വീഡിയോ ഒക്കെ തന്നെ നമ്മൾ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതിനെക്കുറിച്ച്, ആ ഒരു വിവാദമായിട്ടുള്ള ആ ഒരു സംഭവത്തെക്കുറിച്ച് കിച്ചുവിൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു. അതിൻ്റെ സ്ക്രീൻഷോട്ട് ഇതാണ്, അതായത് ആ ചോദിച്ച ക്യാപ്ഷൻ ഉൾപ്പെടെ അതിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സംഭവം ഇതാണ്. ഈ പറയുന്ന രീതിയിൽ രേണു സുധി കാണിച്ച ആ ഒരു ലൈവ്, ആ ഒരു സംഭവത്തെക്കുറിച്ച് കിച്ചുവിന് എന്താണ് പറയാനുള്ളതെന്ന് ആ ഒരു തരത്തിലായിരുന്നു ആ ഒരു ചോദ്യം എന്ന് പറയുന്നത്. എങ്ങനെ ഇരിക്കുന്നത്? ഓടിത്തള്ളി എന്ന് പറയണം. കിച്ചു ആ ഒരു ചോദ്യം കേട്ടിട്ട് ആ പരിസരത്ത് ഇരിക്കാതെ ഓടിത്തള്ളി. കാരണം എങ്ങനെയാണ് ഇതിനൊക്കെ മറുപടി കൊടുക്കുന്നത്? ശരിക്കും പറഞ്ഞാൽ അവനോട് ചോദിക്കാനുള്ള ചോദ്യമാണോ ഈ അവന്റെ മുമ്പ് ചെന്ന് ചോദിക്കുന്നതെന്ന് പറയുന്നത്? അവന് തന്നെ നാണക്കേടുണ്ടാക്കുന്ന തരത്തിലോട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ളത് അവന്റെ ഈ ഒരു പ്രവൃത്തിയിൽ തന്നെ വളരെയധികം വ്യക്തമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം അവൻ തൊഴു കൈകളോടുകൂടി അവൻ അങ്ങ് പോവുകയാണ് ചെയ്തത്. കാരണം ഒന്നും പറയാനില്ല എന്ന് അവൻ തന്നെ പറയാം, ഒന്നും പറയാനില്ല. കാരണം അവന് തന്നെ നാണക്കേടുണ്ടാക്കുന്ന രീതിയിലാണ് രേണു ചെയ്തു വെച്ച കാര്യം എന്നുള്ളത് അതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. അവൻ ആ തൊഴു കൈകളോടുകൂടി നിന്നതിൽ തന്നെ വ്യക്തമാണ്. കാരണം അവനൊന്നും പറയാനില്ല. എന്തു പറയാന്? അല്ലെങ്കിൽ തന്നെ അവനത് ചോദിച്ചത് തന്നെ തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനെ ചോദിക്കാനേ പാടില്ല. എന്തിനാണ് അവനെ കൂടി ഇതാക്കുന്നത്? അവന് പബ്ലിക്കിന് മുമ്പേ അവന് ഇറങ്ങി നടക്കണ്ടേ? ഒരാൾ ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടുന്നു, ഓരോ പ്രകടനങ്ങൾ കാണിച്ചു കൂട്ടുന്നു, സബ്സ്ക്രിപ്ഷൻ ചക്ക മാങ്ങ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ചോദിച്ച ചോദ്യം തന്നെ ലൈവിൽ വന്നുള്ള പ്രകടനമാണ്. മറ്റൊന്നും തന്നെ അല്ലേ രേണു ലൈവിൽ വന്ന് കാണിച്ചു കൂട്ടിയ ആ പ്രകടനം എന്താണ് എന്നുള്ളതാണ് അവന്റെ അടുത്ത് നിന്ന് ചോദിക്കുന്നത്. അവനതിന് എന്ത് വിശദീകരിച്ച് മറുപടി നൽകണമെന്നാണ് ഈ ചോദിച്ച വ്യക്തി ഉദ്ദേശിക്കുന്നത്? ശരിക്കും പറഞ്ഞാൽ ഏതെങ്കിലും ഒരു മകന് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണോ ഈ പറയുന്ന രേണു സുധി സബ്സ്ക്രിപ്ഷനിൽ ചെയ്ത് കൂട്ടിയ കാര്യം? അതിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണോ? അല്ലെങ്കിൽ അതിനെ എന്താ പറയുക, ഈ പറയുന്ന മാതിരി അതിന് ഈ വിശദീകരിച്ച് ഒരു മറുപടി നൽകാൻ പറ്റുന്ന ഒരു കാര്യമാണോ രേണു ചെയ്തു കൂട്ടിയ കാര്യം എന്ന് പറയുന്നത്? ഇനി എന്തോ ആയിക്കോട്ടെ, അപ്പോൾ അവൻ ഈ ചെയ്തത് തന്നെയാണ് ശരിയെന്ന് പറയുന്നത്. കാരണം ഒന്നും പറയണ്ട, അങ്ങ് ഒഴിഞ്ഞു മാറി പോകുന്നതാണ് നല്ലത്. ഇത് പറയാൻ നിന്ന് കഴിഞ്ഞാൽ ഇവരും കൂടി നാറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തുമെന്നുള്ളത് അവന് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എനിക്കൊന്നും പറയാനില്ല എന്ന മട്ടിൽ അവൻ ഒഴിഞ്ഞു മാറിപ്പോയത്. വളരെ നല്ല തീരുമാനം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം അവൻ എന്ത് പറയാനാണ്? ഒരാൾ ഇങ്ങനെ നടന്ന് കാട്ടി കൂട്ടുന്നതിന് അവൻ എന്ത് തെറ്റ് ചെയ്തു? ശരിക്കും പറഞ്ഞാൽ അവനൊന്നും പറയാനില്ല. ഈ ചോദിച്ചത് തന്നെ ശരിക്കും പറഞ്ഞാൽ തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. അവൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനെ ചോദിക്കേണ്ട ഒരാവശ്യമില്ലായിരുന്നു ശരിക്കും പറഞ്ഞാൽ. രേണു എന്ന് പറയുന്ന ആ വ്യക്തി കാണിച്ചു കൂട്ടുന്ന ഓരോ കോപ്രായ പ്രകടനങ്ങൾ, അതിൽ ഇവൻ എന്ത് തെറ്റ് ചെയ്തു? അതിൽ ഇവന്റെ അടുത്ത് നിന്ന് ചോദിക്കേണ്ട ആവശ്യം എന്തോന്നാണ് ശരിക്കും പറഞ്ഞാൽ. എന്തായാലും ഈ പറയുന്ന രീതിയിൽ ചെയ്തു കൂട്ടുന്നതെല്ലാം രേണു, അതിന്റെ പഴിയെല്ലാം കേൾക്കേണ്ടത് ഇനിയിപ്പോൾ ഈ പറയുന്ന കിച്ചു ആണോ ശരിക്കും പറഞ്ഞാൽ? എന്നിട്ട് മെഴുകാനായിട്ട്, അതായത് ഈ പറയുന്ന രീതിയിൽ ഇനി എന്തെല്ലാം കാണിച്ചു കൂട്ടിയാലും അതിനെല്ലാം മെഴുകി ഒരു ഒന്നൊന്നര പരുവാക്കി എടുക്കാനായിട്ട് രേണുവിന് ഭയങ്കര മിടുക്കാണ് ശരിക്കും പറഞ്ഞാൽ. കാരണം എന്ന് പറയുന്നത് ഇനി എന്തൊക്കെ തരത്തിലുള്ള കൂത്താട്ടങ്ങൾ കാണിച്ചു കൂട്ടിയാലും പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് വരും, അതങ്ങനെയല്ല, അത് ഇങ്ങനെയാണ്, അത് മറ്റതാണ്, അത് മറിച്ചതാണ് എന്ന് പറഞ്ഞുകൊണ്ട് രേണു ഉടൻ തന്നെ അങ്ങ് എത്തും രേണു. പക്ഷെ കാര്യമില്ല എന്നുള്ളത് സത്യസന്ധമായിട്ടുള്ള കാര്യം. കാരണം എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ഒരു സബ്സ്ക്രിപ്ഷൻ ലൈവ് എന്ന് പറയുന്ന ആ ഒരു പരിപാടി കാണിച്ചു കൂട്ടുന്നതെല്ലാം ഭയങ്കരമായിട്ട് ഓവറായി പോയി എന്നുള്ളത് ഈ പറയുന്ന രേണുവിനെ ഇതുവരെയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നവർ പോലും പച്ചയ്ക്ക് തുറന്നടിച്ചൊരു കാര്യമാണ്. ആ ഒരു ലൈവിലൂടെയാണ് രേണു സത്യം പറഞ്ഞാൽ കൂപ്പ് കുത്തിയതെന്ന് എടുത്ത് പറയേണ്ടി വരും. കാരണം എന്ന് പറയുന്നത് രേണുവിനെ അതുവരെയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നവർ പോലും രേണുവിന് എഗെയിൻസ്റ്റ് ആയി മാറിയത് ആ ഒരൊറ്റ ലൈവിലൂടെയാണ് എന്നുള്ളത് എടുത്ത് പറയേണ്ടി വരും. ആ ലൈവിനെ കുറിച്ച് വേണോ ഇനി കിച്ചു വിശദീകരിച്ച് പറയാനായിട്ട്? ശരിക്കും പറഞ്ഞാൽ എന്തൊരു ചോദ്യം. ഒന്നുമില്ലെങ്കിലും നീ എന്തോ ആയിക്കോട്ടെ, അമ്മയുടെ സ്ഥാനത്തുള്ള ഒരു വ്യക്തി, ഒരു മകൻ എന്ത് പറയാനാണ് ഇമാതിരിയുള്ള തൊട്ടി പരിപാടികൾക്ക് കാണിച്ചു വെച്ചേരി? ഇവൻ എന്ത് ഉത്തരവാണ് ശരിക്കും പറഞ്ഞാൽ നൽകേണ്ടതെന്ന് പറയാം. അതുകൊണ്ട് തന്നെയാണ് അവൻ ആ കൈകൂപ്പി ആ ഒരു തരത്തിൽ അങ്ങ് പോയത്, വിട്ടുപോയതെന്ന് പറയുന്നത് ശരിക്കും പറയാം. കാരണം അവന് തന്നെ നാണക്കേട് ഉണ്ടാക്കുന്ന തരത്തിലുള്ള പരിപാടികളാണ് രേണു ചെയ്തു കൂട്ടിയത് എന്നുള്ളത് അതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. അതിൽ അവൻ എന്ത് മറുപടി ഇനി നൽകണമെന്നാണ് ഈ ചോദിച്ച വ്യക്തി ഉദ്ദേശിക്കുന്നതെന്നാണ് മനസ്സിലാവാത്ത കാര്യം എന്ന് പറയുന്നത്. എന്തായാലും ഇപ്പോൾ കിച്ചു തന്നെ പറഞ്ഞു കഴിഞ്ഞു. അതായത് കിച്ചുവിന്റെ ആ ഒരു ചെയ്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കി കഴിഞ്ഞു കിച്ചുവിന് എത്രത്തോളം നാണക്കേട് ഉണ്ടാക്കുന്ന പരിപാടികളാണ് ഈ പറയുന്ന രേണു ഓരോ ദിവസവും ചെയ്തു കൂട്ടുന്നതെന്നുള്ളത് കിച്ചു തന്നെ പറയാതെ പറഞ്ഞു എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അവൻ എന്ത് തെറ്റ് ചെയ്തു ശരിക്കും പറഞ്ഞാൽ? ഈ രേണു ഈ കിടന്ന് കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങളൊക്കെ തന്നെ രേണു എന്തൊക്കെയോ പറയും, ചേട്ടന് വേണ്ടിയിട്ട്, മക്കൾക്ക് വേണ്ടി, അതാണ് ഇതാണ് മറ്റേതാണ് മറിച്ച്, ഇതൊക്കെയാണോ കാട്ടിക്കൂട്ടുന്നത് ശരിക്കും പറഞ്ഞാൽ? ഈ പറയുന്ന സ്വന്തം മകനല്ലെങ്കിൽ പോലും ഈ പറയുന്ന കിച്ചു സ്വന്തം മകനെ പോലെ തന്നെ ആണല്ലോ, സുധിയുടെ മകനാണല്ലോ.
രേണു സുധിയുടെ വൈഫ് ആയിരുന്നല്ലോ. അപ്പോ ഈ പറയുന്ന കിച്ചുവിനും രേണു അമ്മയുടെ സ്ഥാനത്താണല്ലോ. അപ്പൊ ആ ഒരു വ്യക്തിക്ക് സമൂഹത്തിനുള്ളിൽ ഒരു നാണക്കേട് ഉണ്ടാക്കുന്ന ഇതുപോലുള്ള ചെയ്തുകളെല്ലാം ചെയ്തു വെച്ചിട്ട് ഒരു മകൻ എന്ന രീതിയിൽ കിച്ചു എന്തുത്തരമാണ് ശരിക്കും പറഞ്ഞാൽ അതിന് നൽകേണ്ടത്? അവനതിന് മറുപടി ഇല്ല ശരിക്കും പറഞ്ഞാൽ. കാരണം മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ അവന് നാറും എന്നുള്ള രീതിയിലോട്ട് കാര്യങ്ങൾ മാറും, അല്ലെങ്കിൽ അവന് തന്നെ നാണക്കേട് ഉണ്ടാക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും. അതുകൊണ്ടാണ് അവൻ ആ ഒരു തരത്തിൽ ഒരു ഉത്തരം നൽകാതെ തൊഴുതങ്ങ് വിട്ടു പോയെന്ന് പറയുന്നത്. കാരണം അവൻ ഒരു സർക്കസൻ രീതിയിൽ അവൻ പറഞ്ഞു, ആ അടിപൊളി സൂപ്പർ എന്നുള്ള രീതിയിൽ ഒരു സർക്കസൻ രീതിയിൽ അവൻ പറഞ്ഞു. കാരണം രേണു കാണിച്ചു കൂട്ടുന്നതെല്ലാം അമ്മാതിരി പരിപാടികളാണ്. അത് കിച്ചുവിന് പോലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് എന്നുള്ളത് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ശരിക്കും പറഞ്ഞാൽ. പിന്നെ അവന്റെ ഒരു മാന്യത കൊണ്ട് അവനത് മറ്റൊരു തരത്തിൽ പ്രതികരിച്ചില്ല എന്നും മാത്രം. ഇനി അത് പ്രതികരിച്ചിട്ട് മറ്റൊരു വിവാദം ഉണ്ടായി അത് പിന്നെ വീണ്ടും അവനൊരു തലവേദന ഉണ്ടാക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തണ്ട എന്നുള്ള അവന്റെ ആ ഒരു പക്വത, അവന്റെ ഈ പ്രായത്തിൽ അവന് തോന്നിയ ആ ഒരു പക്വത അവൻ കാണിച്ചു. പക്ഷെ അതുപോലും ശരിക്കും പറഞ്ഞാൽ രേണുവിന് ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. പരമകഷ്ടം തന്നെയാണ്. പറഞ്ഞിട്ട് പിന്നെ യാതൊരു കാര്യമില്ല. കാരണം കാണിച്ചു കൂട്ടേണ്ടതും ചെയ്തു കൂട്ടേണ്ടതും ഒക്കെ തന്നെ രേണു ഓരോന്നായിട്ട് ഇങ്ങനെ ചെയ്തു കൂട്ടിക്കൊണ്ടിരിക്കും. പക്ഷെ അതിൽ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് കിച്ചുവിനും അതോടൊപ്പം തന്നെ ആ രണ്ടാമത്തെ മകനുമായിരിക്കും എന്നുള്ളത് പച്ചയായ ഒരു സത്യമാണ്. അതുപോലും മനസ്സിലാക്കാതെ രേണു ചെയ്യുന്ന ഓരോ പരിപാടികളും ഇനി വരും നാൾ ശരിക്കും പറഞ്ഞാൽ രേണു തന്നെ ഉത്തരം പറയേണ്ടി വരും രേണുവിന്റെ മക്കൾക്ക് എന്നുള്ളതാണ് യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. കാരണം കാണിച്ചു കൂട്ടുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. ആ പരിധി വിട്ട് പോകുമ്പോഴത്തേക്കും മക്കൾക്ക് തന്നെ നാണക്കേട് ഉണ്ടാക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തും എന്നുള്ളതിന്റെ തെളിവാണ് കിച്ചു പോലും കൈകൂപ്പി നിന്നു പോയ അവസ്ഥ എന്ന് പറയുന്നത്.